നമസ്കാരം. പ്ലെയിൻ ടോക്ക് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഷാജി കരുണാകരൻ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം AI-171 അഹമ്മദാബാദ് ക്രാഷിനോട് അനുബന്ധിച്ച് വന്ന എയർ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൻ്റെ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ്, പ്രതിപാദിച്ചിരിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ്. അതായത് ഈ വിമാനം ഒരുപക്ഷെ എൻജിൻ മാനുവൽ ഷട്ട് ഡൗൺ ആയിട്ട് ചെയ്തതായിട്ടാണ് അവർ സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നതും അതിന് തെളിവായിട്ട് കോക്പിറ്റ് വോയിസ് റെക്കോർഡിലെ ചില ശബ്ദശലകങ്ങൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ചുള്ള ഒരു അഭിപ്രായം പറയുകയല്ല നമ്മളുടെ ഉദ്ദേശം. എന്നാൽ എൻജിൻ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ ഷട്ട് ഡൗൺ ആകാം എന്ന് നമുക്ക് ഇന്ന് പരിശോധിക്കാം. എൻജിൻ്റെ മാനുവൽ ഷട്ട് ഡൗൺ ആണോ, അതെയോ ഓട്ടോ ഷട്ട് ഡൗൺ ആണോ, അതെയോ വേറെ ഏതെങ്കിലും രീതിയിൽ എൻജിൻ ഷട്ട് ഡൗൺ ആയതാണോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എൻജിൻ സ്റ്റാർട്ട് ഷട്ട് ഓഫ് വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് സ്വല്പം മനസ്സിലാക്കിയതിന് ശേഷം മുമ്പോട്ട് പോകാം. എയർ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം പൈലറ്റിൻ്റെ മാനുവൽ ഷട്ട് ഡൗൺ ആയിട്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത്. എന്നാൽ മാനുവൽ ഷട്ട് ഡൗൺ എങ്ങനെയാണ് പൈലറ്റ് ചെയ്യുന്നതും എങ്ങനെയാണ് എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നതും എന്ന് നമുക്ക് നോക്കാം. വിമാനത്തിൻ്റെ ഓവർ ഹെഡ് പാനലിൽ ഒരു സ്റ്റാർട്ട് സെലക്ടർ സ്വിച്ച് ഉണ്ട്. അത് സ്റ്റാർട്ട് പൊസിഷനിലേക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഇലക്ട്രിക് മോട്ടർ എൻജിനെ റൊട്ടേറ്റ് ചെയ്യുകയും ഒരു പെർട്ടിക്കുലർ സ്പീഡ് എത്തിക്കഴിയുമ്പോൾ, പ്രത്യേക റേഞ്ചിൽ എത്തിക്കഴിയുമ്പോൾ സ്റ്റാർട്ട് സെലക്ടർ, അതായത് കട്ട് ഓഫ് ആൻഡ് റൺ സ്വിച്ച്, രണ്ട് പൈലറ്റിൻ്റെ ഇടയിലുള്ള കൺട്രോൾ പെഡസ്റ്റലിലുള്ള സ്വിച്ച് കട്ട് ഓഫ് പൊസിഷനിൽ നിന്നും റൺ പൊസിഷനിലേക്ക് മൂവ് ചെയ്യുകയും മാറ്റുകയും അപ്പോൾ എൻജിൻ ഫ്യൂവൽ സപ്ലൈ സ്റ്റാർട്ട് ചെയ്യുകയും എൻജിൻ സ്റ്റാർട്ടാകുകയും ചെയ്യും. ഈ സമയം എൻജിൻ തന്നെത്താനെ സ്പീഡ് പിക്കപ്പ് ചെയ്യുകയും ഒരു പെർട്ടിക്കുലർ സ്പീഡ് എത്തിക്കഴിയുമ്പോൾ സ്റ്റാർട്ട് കട്ട് ഓഫ് ചെയ്യുകയുമാണ് സാധാരണ സംഭവിക്കുന്നത്. എന്നാൽ ഏതെങ്കിലും രീതിയിൽ എൻജിൻ ഫ്ലൈറ്റിൽ ഷട്ട് ഡൗൺ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ക്രൂ ചെയ്യുന്നത് ഈ സ്വിച്ച് റൺ പൊസിഷനിൽ നിന്നും കട്ട് ഓഫ് പൊസിഷനിലേക്ക് കൊണ്ടുവന്ന് വാൾവുകളെല്ലാം റീസെറ്റ് ചെയ്തതിന് ശേഷം ഉദ്ദേശം 4 സെക്കൻഡ് സമയത്തിന് ശേഷം തിരിച്ച് റൺ പൊസിഷനിലേക്ക് കൊണ്ടുവന്നാണ് എൻജിൻ റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അഹമ്മദാബാദിലെ റിപ്പോർട്ട് പ്രകാരവും ഏതാണ്ട് ഇതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ എൻജിൻ മാനുവലായിട്ട് ക്രൂ ഷട്ട് ഡൗൺ ചെയ്തതാണോ എന്നുള്ളതിന് ഒരു സംശയം ഉളവാകുന്നുണ്ട്. കാരണം തുടർന്നുള്ള പൈലറ്റിൻ്റെ എല്ലാ ആക്ഷൻസും നോർമലായിട്ടുള്ള ചെക്ക് ലിസ്റ്റ് പ്രകാരമാണ്. രണ്ടാമത്തെ രീതിയിൽ എൻജിൻ ഷട്ട് ഡൗൺ ചെയ്യാൻ സാധിക്കുന്നത് ഓട്ടോ ഷട്ട് ഡൗൺ എന്ന് പറയും. ഒരു എൻജിൻ കൺട്രോൾ ചെയ്യുന്നത് വിമാനത്തിൽ ഫുൾ അതോറിറ്റി ഡിജിറ്റൽ എൻജിൻ കൺട്രോൾ എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ സിസ്റ്റമുണ്ട്. അതായത് ഷോർട്ട് ഫോമിൽ ഫാഡക് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഫാഡക്കിൽ നിന്നും അനുബന്ധമായിട്ട് 2 കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. ഇലക്ട്രോണിക് എൻജിൻ കൺട്രോൾ എന്നാണ് അറിയപ്പെടുന്നത്, അതായത് EEC. ഫാഡക്കിൽ നിന്നുള്ള ഇൻപുട്ട് EECയിലേക്ക് വരുമ്പോൾ EEC ഡ്യുവൽ ചാനൽ കമ്പ്യൂട്ടേഴ്സാണ്. അത് ആണ് എൻജിനെ ബേസിക്കായിട്ടും കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫാഡക്കിനുള്ള ഇൻപുട്ട് എന്ന് പറയുന്നത് പൈലറ്റ് ഇൻപുട്ട്, കമ്പ്യൂട്ടറിലെ സ്റ്റോർഡ് ഡേറ്റ, പിന്നെ വിമാനത്തിലെ സെൻസേഴ്സിൽ നിന്നുള്ള ഇൻപുട്ട്, ഇതെല്ലാം ക്രോഡീകരിച്ചാണ് ഫാഡക്ക് എൻജിൻ്റെ ഓപ്പറേഷൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഏതെങ്കിലും രീതിയിൽ ഒരു എൻജിൻ ഡിസ്ട്രസ്സിൻ്റെ ഇൻപുട്ട്, അതായത് മേജറായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂ എൻജിന് ഉണ്ട് എന്ന് ഫാഡക്കിന് ഇൻപുട്ട് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു കൺട്രോളബിൾ അല്ലാത്ത സിറ്റുവേഷൻ ആണെന്ന് ഉള്ള ഒരു സിറ്റുവേഷൻ ഫാഡക്കിന് ഐഡൻറ്റിഫൈ ചെയ്താൽ ഫാഡക്കിന് എൻജിൻ ഓട്ടോമാറ്റിക്കായിട്ട് ഷട്ട് ഡൗൺ ചെയ്യാനുള്ള ഒരു പ്രൊവിഷനുണ്ട്. അത് ക്രൂവിന് ഒരു വിധത്തിലുള്ള കൺട്രോളും അതിലില്ല. ആകെ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് എൻജിൻ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ശ്രമം മാത്രമാണ്. അഹമ്മദാബാദിലെ കേസിലും ക്രൂ എൻജിൻ റീസ്റ്റാർട്ട് ശ്രമിച്ചത് വളരെ കൃത്യമായിട്ടുള്ള അവരുടെ ചെക്ക് ലിസ്റ്റ് പ്രകാരം തന്നെയാണ്. അതുകൊണ്ട് വിമാനത്തിൻ്റെ എൻജിൻ എങ്ങനെ ഷട്ട് ഡൗൺ ആയി എന്നുള്ളത് നമുക്ക് ഇപ്പോഴും
കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കാത്ത ഒരു വിഷയമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. ഒരു സെൻസർ ഫോൾട്ട് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഇഷ്യൂ ഫാഡക്ക് എന്തുകൊണ്ട് എൻജിൻ ഷട്ട് ഡൗൺ ചെയ്തിരിക്കാം എന്നുള്ളതിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ അതിന് അനുബന്ധമായിട്ട് ബോയിങ് 737 നടന്ന ഒരു സംഭവത്തെ നമ്മൾ ഓർമ്മിക്കുന്നത് നന്നായിരിക്കാം. കാരണം ബോയിങ് 737 MCAS എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതായത് മാനുവറബിലിറ്റി കൺട്രോൾ ഓഗ്മെൻറ്റേഷൻ സിസ്റ്റം. MCASൻ്റെ ഉദ്ദേശം ഒരു ഡിസൈൻ ഇഷ്യൂ കാരണം വിമാനം പറക്കുമ്പോൾ പൈലറ്റ് ഇൻപുട്ടോ വേറെ എക്സ്റ്റേണൽ ഇൻപുട്ടോ ഒന്നുമില്ലാതെ തന്നെ വിമാനം ഏതാണ്ട് മുകളിലേക്ക് ക്ലൈംബ് റേറ്റ് കൂടുകയും തന്നെത്താനെ മുകളിലേക്ക് അസെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഈ MCAS എന്ന സോഫ്റ്റ്വെയർ സിസ്റ്റം ബോയിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. MCAS ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ, അതായത് ഒരു ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, അതിൽ വിമാനത്തിൽ ഒരു ആംഗിൾ ഓഫ് അറ്റാക്ക് സെൻസർ എന്ന് പറയുന്ന ഒരു ഉപകരണമുണ്ട്. അത് വിമാനത്തിൻ്റെ ആംഗിൾ ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, മുകളിലേക്കാണ് എന്ന് ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ MCAS ആക്ടിവേറ്റ് ആവുകയും MCAS വിമാനത്തിൻ്റെ ഒരു 10 ഡിഗ്രി നോസ് ഡൗൺ ഇൻപുട്ട് കൊടുക്കുകയും വിമാനം താഴത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയും ചെയ്യും. എന്നാൽ ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള സെൻസർ, അതായത് ആംഗിൾ ഓഫ് അറ്റാക്ക് സെൻസർ ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, റോങ് ഇൻപുട്ട് MCASന് കൊടുത്തു കഴിഞ്ഞാൽ, 2 കേസിലും സംഭവിച്ചതും ഇതുതന്നെയാണ്. 2 ക്രാഷിലും സംഭവിച്ചത് തന്നെയാണ്. MCAS വിമാനത്തിന് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഇൻപുട്ട് കൊടുത്തു, 10 ഡിഗ്രി നോസ് ഡൗൺ, വിമാനം നോസ് ഡൈവ് ചെയ്യുകയും 2 കേസസിലും പൈലറ്റിന് കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ വിമാനം ക്രാഷ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ആദ്യം നടന്ന സംഭവത്തിൽ, ലയൺ എയറിൻ്റെ കേസിൽ ഈ സംഭവം നടന്നപ്പോൾ വിമാനത്തിൻ്റെ ഒരു ഇഷ്യൂ അല്ല എന്നുള്ളൊരു സ്റ്റാൻഡായിരുന്നു ബോയിങ് എടുത്തിരുന്നത്. നിർഭാഗ്യവശാൽ എത്യോപ്യൻ എയർലൈൻസിൻ്റെ ക്രാഷിന് ശേഷം മാത്രമാണ് ബോയിങ് ഇതിനെപ്പറ്റി അക്സെപ്റ്റ് ചെയ്യുകയും ഈ വിഷയം ഓപ്പറേറ്റേഴ്സിനെ അറിയിക്കുക പോലും ചെയ്തത്. അതുകൊണ്ട് MCASൻ്റെ ഒരു ഇഷ്യൂ പോലെ ഫാഡക്കിൽ ഒരു ഇഷ്യൂ ഇല്ല എന്ന് നമുക്ക് ഇപ്പോൾ റൂൾ ഔട്ട് ചെയ്യാൻ സാധിക്കുകയില്ല. ഇനി മൂന്നാമതായിട്ട് ഏത് രീതിയിൽ ഈ എൻജിൻ ഷട്ട് ഡൗൺ ചെയ്യപ്പെട്ടിരിക്കാം എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. അതായത് ഈ കട്ട് ഓഫ് റൺ സ്വിച്ച് ബേസിക്കലി സ്പ്രിംഗ് ലോഡഡ് പൊസിഷനിലാണ്. അത് കട്ട് ഓഫ് പൊസിഷനിലും റൺ പൊസിഷനിലും നിന്നും സ്ലിപ്പ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ലോട്ടിലേക്ക് മൂവ് ചെയ്യുകയും അത് റൺ അല്ലെങ്കിൽ കട്ട് ഓഫ് പൊസിഷനിലേക്ക് മാറ്റണമെങ്കിൽ നമുക്ക് ആ സ്വിച്ച് പുള്ള് ചെയ്ത്, അതായത് വലിച്ച് മുകളിലേക്ക് വലിച്ച് ആ പുതിയ പൊസിഷനിലേക്ക് മാറ്റേണ്ടതിരിക്കുന്നതാണ്. FAAയുടെ ഒരു റിപ്പോർട്ട്, അതായത് ഒരു സർക്കുലർ 2018 അഡ്വൈസറി സർക്കുലറാണ്, 2018 18/33 ആണ് അതിൻ്റെ നമ്പർ. ആ സർക്കുലർ അനുസരിച്ച് ചില മാനുഫാക്ചേഴ്സിൻ്റെ സ്വിച്ചസിന് സ്പ്രിംഗ് ടെൻഷൻ കുറയുകയും ഒരുപക്ഷെ വൈബ്രേഷൻ കൊണ്ട് ഈ സ്വിച്ച് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു നിരീക്ഷണം ഉണ്ടാവുകയും അതുകൊണ്ട് എല്ലാ എയർലൈൻസിനോടും ഓപ്പറേറ്റേഴ്സിനോടും ഈ സ്വിച്ച് അതിനെപ്പറ്റിയുള്ള ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയുണ്ടായി. എന്നാൽ സാധാരണഗതിയിൽ ഇൻഫോർമേറ്ററി നേച്ചറിലുള്ള സർക്കുലേഴ്സ് സാധാരണ എയർലൈൻസ് നടപ്പാക്കാറില്ല. അതേസമയം മാൻഡേറ്ററി നേച്ചറിലുള്ള എല്ലാ സർക്കുലേഴ്സും എയർലൈൻസുകൾ മാൻഡേറ്ററി ആയിട്ട് തന്നെ നടപ്പാക്കാറുണ്ട്. എയർ ഇന്ത്യയും ഈ സർക്കുലറിനെ പറ്റി എന്തെങ്കിലും ആക്ഷൻ എടുത്തതായിട്ടുള്ള തെളിവുകളൊന്നുമില്ല. ഇനി നമ്മൾ ഈ സ്വിച്ചിന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എങ്കിൽ നേരത്തെ ഓപ്പറേറ്റ് ചെയ്ത ഏതെങ്കിലും ഒരു പൈലറ്റ് അതൊരു ടെക്നിക്കൽ ഡിഫക്റ്റ് റിപ്പോർട്ടായിട്ട് വരേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒബ്സർവേഷൻ ഇതിനു മുമ്പ് ഓപ്പറേറ്റ് ചെയ്ത ഒരു പൈലറ്റുമാരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ അതിനില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ 2 സ്വിച്ചും ഒരേ സമയത്ത് കേടാവുകയും അതുപോലെ തന്നെ ഒരേ ടേക്ക് ഓഫിൽ 2 സ്വിച്ചും ഒരുമിച്ച് റൺ പൊസിഷനിൽ നിന്നും കട്ട് ഓഫ് പൊസിഷനിലേക്ക് പോവുക എന്നുള്ളതും വളരെ
ഇംപ്രാക്ടിക്കൽ അല്ലെങ്കിൽ അവിശ്വസനീയമായ രീതിയിലുള്ള ഒരു സംഭവം തന്നെയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ സ്വിച്ച് മിക്കവാറും ഇതിൻ്റെ ഒരു കോൺട്രിബ്യൂട്ടറി ഫാക്ടർ ആയിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓട്ടോ ഷട്ട് ഡൗൺ ഫെസിലിറ്റി ഫാഡക്കിന് ഉള്ളിടത്തോളം സമയം ഫാഡക്ക് എപ്പോൾ വേണമെങ്കിലും എൻജിൻ ഓട്ടോ ഷട്ട് ഡൗൺ ചെയ്യാം എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് ക്രിട്ടിക്കൽ ഫേസസിൽ, അതായത് ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തും ഇനിഷ്യൽ ക്ലൈംബ് ഫേസിലും ഒരു സേഫ് ഓൾട്ടിറ്റ്യൂഡ് എത്തുന്നത് വരെ ഫാഡക്കിൻ്റെ ഓട്ടോ ഷട്ട് ഡൗൺ കേപ്പബിലിറ്റീസ് ഇൻഹിബിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. അതങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ ഫാഡക്കിൻ്റെ ഓട്ടോ ഷട്ട് ഡൗൺ കേപ്പബിലിറ്റി ടേക്ക് ഓഫിലും ഇനിഷ്യൽ ക്ലൈംബ് റേറ്റിലും അതുപോലെ സേഫ് ഓൾട്ടിറ്റ്യൂഡ് എത്തുന്നവരെയും ഇൻഹിബിറ്റ് ചെയ്യണം എന്ന് ഉള്ള ഒരു അഭിപ്രായം ഉള്ളത്. ഇനി ഏതെങ്കിലും കാരണവശാൽ ഒരു എൻജിൻ ഡിസ്ട്രസ് ഉണ്ടാവുകയാണെങ്കിൽ പൈലറ്റിന് ആ എൻജിൻ ഷട്ട് ഡൗൺ ചെയ്യാനുള്ള എല്ലാ പ്രൊവിഷൻസും ഉണ്ട്. അതുകൊണ്ട് ആ അതോറിറ്റി ഫാഡക്കിൽ നിന്നും ഡിലീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്തിട്ട് ഓപ്പറേറ്റിംഗ് ക്രൂവിന് കൊടുക്കണം എന്നുള്ളത് ആണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു. എന്താണ് ഈ ടേക്ക് ഓഫ് വാർണിംഗ് എന്ന് തന്നെ ആദ്യം ഒന്ന് പരിശോധിക്കാം. ടേക്ക് ഓഫ് വാർണിംഗിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ഉപകരണം അതിൻ്റെ റിക്വയർഡ് ആയിട്ടുള്ള പൊസിഷനിൽ അല്ലെങ്കിൽ, പക്ഷേ അഹമ്മദാബാദിലെ കേസിൽ അതുണ്ടായിട്ടില്ല. ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ ഫ്ലാപ്പ് സെലക്ഷൻ 5 ആയിട്ടാണ് കാണുന്നത്.